ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ റെട്രോ സിനിമയിലെ മൂന്നാമത്തെ സിംഗിളാണ്. അതിനു മുന്നേ അൻപാന എല്ലാ സൂര്യ ഫാൻസുക്കും വണക്കം. പിന്നെ കുറെ പേര് അപ്പോൾ ഇതൊരു ആന്തം ആണെന്നാണ് തോന്നുന്നത്. കാരണം സീക്രട്ട് ഏജന്റിനെ പോലെ ഇരിക്കണെന്ന് അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. വേറെ സ്ഥലത്തൊന്നും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനുള്ളിൽ കയറി ഇരിക്കണത്. കുട്ടികളോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സേഫ് സോണാണ്. യെസ്, അതെ. അപ്പം ദ വൺ എന്നാണ് പാട്ടിൻ്റെ പേര്. ഈ വൺ എന്നുള്ളത് സിനിമയുടെ ടൈറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ദ വൺ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആന്തം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ പാടിയിരിക്കുന്നത് സിദ് ശ്രീറാം, അതുപോലെ തന്നെ SVDP, പുള്ളി റാപ്പറാണെന്ന് തോന്നുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഷാൻ വിൻസെൻ്റ് ഡി പോൾ എന്നാണ് പുള്ളിയുടെ പേര്. ഒരു കനേഡിയൻ തമിഴ് അങ്ങനത്തെ ആളാണ്. അപ്പം ഒരു മാസ് ഐറ്റം തന്നെ ആണെന്നാണ് വിചാരിക്കുന്നത്. അതെ, എനിക്ക് കാരണം ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് സോങ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലെ ഒരു കാറ്റഗറി ഇതായിരിക്കാം. നമുക്ക് എങ്ങനെയാണ്, എന്താണ്, ഏതാണ്? യെസ്. അപ്പോൾ 4 മിനിറ്റാണ് സോങ് ഉള്ളത്. നമുക്ക് കേട്ട് നോക്കിയാലോ. സൂര്യ, സിദ് ശ്രീറാം. ஒரு தீயில சொல்லெடுத்து ஒளி போடுற கையெழுத்து அன்னொருவ வந்திருக்காடு. டிஃபரண்ட் சாங்ஸ் பல போர்பட இருக்கலாம், எதிர்பார்த்தது வந்திருக்காடு. களமோ அவன் மூச்சரிய மயிர்கால்களும் பூச்சரிய வச்சம் அவன் வந்திருக்காடு. அட நம்ம நினைச்சது நடந்துருமா, சிங்க மறுபடி திரும்புதம்மா, முன்ன ஒரு கதை இருந்ததம்மா, இப்ப ஒரு இறங்குதம்மா, நட்சத்திரம் ஒண்ணு தெரியுதம்மா, நின்ன இடம் பத்தி எரியுதம்மா, அச்சம் கொண்ட மனம் ஒரு வரமா, அந்த ஒருவன அடையுதம்மா. Man. They won't choose, they won't choose it. 22 to the dog, change his mind. நான் வருவேன் எனக்கா திருந்தே அடித்தான் ஒரு நாள் ஜெகனே அவன்தான் வாய் விழந்தே சனம் பார்த்திட வாழ்ந்தவன் போல் விழப்பாய் ஒரு நாள் எழுந்தான். Goosebumps. கல்லாகி மூடும் அப்போது யார் எழுவா? பாரே வாழ்வீசும் போதும் நிற்காமல் போதும் நீதானே வா ஒருவா. The one. It was written on the walls for a king, the proof and the truth rang from you. Answered every call when they beckoned, billion angels in the sky sang for me. Found out when I wasn't ready then, needed all the healing she would offer. See, the truth was I was crippled by the thought of having blood upon my head for many men. Bodies falling by the dozen. Holy man. I'm a name to be the leader that they needed when they kneeled and teed them through the night so they could see the sun. நீயும் தூரம் போக நெஞ்சு புண்ணா கிடந்தேன், ஒப்பாதம் போகும் பாத வழி மண்ணா கிடந்தேன், காலகாலம் தாண்டி உயிர் ஊரக்கணிதே, ராச வந்தா உலகெல்லாம் அடைஞ்ச ஏலே. They won't choose, they won't choose it. 22 to the dog, change his mind. தம்மமும் தர்மமும் காக்கிற பித்த, அடிபட்டு ஏறிய யுத்த, பேனரிச்சா இவன் மேல் விரல் வெப்ப, வீரனாம் கர்ணனுக்கே இவ அப்ப. തീ ഐറ്റം. Whiskey for the fallen in the trenches, flowers for the ones who fell too young, and halos for the saints that didn't make it, pour out for the sacrificial lamb that never seen the light of day. I had to make a choice to walk the light of predetermined. I was up for all my freedom for the fear of being seen as by the people in this waiting as the one.
Annan is getting ready. Oh, the one. First May. എന്റെ മോളെ, ഇത് നമ്മുടെ ദീന്റെ അച്ഛനല്ലേ? എന്താ മ്യൂസിക്, അങ്ങേരനല്ലേ ആ വിഷ്വൽ, പുള്ളിയുടെ ആ പോർഷൻ ഉണ്ടല്ലോ, അങ്ങേരനല്ലേ ആ വിഷ്വൽ അപ്പിയർ അതെ ചെയ്തിരിക്കുന്നത്. അതെ തന്നെ പുള്ളി തന്നെയാണ് പാടിയിരിക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ സത്യം പറഞ്ഞ ഒരു ആ പുള്ളി അങ്ങോട്ട് വന്ന് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ അല്ലട്ടോ, ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങനത്തെ സോങ്സ് ഒക്കെ വരുന്ന സമയത്ത് സാധാരണ നമ്മളുടെ റാപ്പ് ഒന്നും കുത്തിക്കയറ്റിയിട്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല, വളരെ റയർ ആണ്. അപ്പം ഈ ഒരു സോങ്ങിന്റെ ഇടയിൽ കൂടെ ഈ റാപ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പോർഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ ആ ഒരു ഫീല്. എപ്പോഴും നമ്മൾ കാണുന്ന പോലെ റാപ്പിന്റെ പോർഷൻ മാത്രമല്ല ഈ അത് തന്നെ ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷ് നാരായണൻ അങ്ങോട്ട് കേറിയിട്ട് ആ മ്യൂസിക് ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഒരു സാധനം അങ്ങോട്ട് ഇടും. എന്താണ് ലിറിക്സ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, അതൊന്നുകൂടെ കേൾക്കണം. പക്ഷെ അത് കേൾക്കാൻ നല്ല സൂപ്പറായത്. അത് കഴിഞ്ഞിട്ട് റാപ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ വന്നപ്പോൾ റാപ്പ് പൊളിയായിട്ടുണ്ട്. ഇത് തീ ഐറ്റം തന്നെയാണ്. നമുക്ക് ഇങ്ങനത്തെ സോങ്സിനോടൊക്കെ ആയിട്ട് സിങ്ക് ആയിട്ട് സാധാരണ എപ്പോഴും റാപ്പ് സോങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്കത് ഇങ്ങനെ ഒരു പേസിൽ പോണ സോങ്ങിന്റെ ഇടയിൽ ഇങ്ങനത്തെ റാപ്പ് സോങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇത് മാറും, ചേഞ്ച് ആവും. പക്ഷെ ഇത് ആ റിതത്തിലും ആ ഒരു സോങ്ങിന്റെ ഉള്ളിലും എക്സാക്ട് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ റാപ്പ് പോണത്. അല്ലാതെ അത് എക്സ്ട്രാ ഒരു ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ട് എടുത്തു നിൽക്കുന്നൊന്നുമില്ല. ആ ഒരു സോങ്ങിന്റെ ആ ഒരു ഫ്ലോ അങ്ങനെ മൊത്തത്തിലൊരു ഇന്റർനാഷണൽ ടച്ച് പോലെ ഇരിക്കണം. നമ്മളൊരു ഇംഗ്ലീഷ് റാപ്പ് ഒക്കെ കേൾക്കുന്ന പോലെ ഏതോ ഒരു വൺ സ്റ്റുഡിയോയില് കുറെ എനിക്ക് വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴേ പെട്ടെന്ന് ഞാൻ ഈജിപ്തിന്റെ ഒക്കെ ആ ഒരു ഓർമ്മ, കാരണം അങ്ങനത്തെ പിരമിഡ്സിന്റെ ഒക്കെ ഒരു ഫീല്, അങ്ങനെയൊക്കെ ഒരു വേറൊരു രീതിയിലേക്ക് സാധനം കൊണ്ടുപോയി. അല്ലാതെ നമ്മൾ ഈ റാപ്പ് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ സോങ്സ് നമ്മൾ അധികവും സിനിമയിലെ സീക്വൻസ് കാണിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അതിന്റെ വിഷ്വൽസിൽ ഫുള്ള് നമ്മളുടെ ആ ഒരു അല്ലെ ഇടിയാണെങ്കിൽ ഇടി, അടിയാണെങ്കിൽ അടി, അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡ് ഓഫ് സോങ്സ് പോവാറ്. പക്ഷെ എന്താ പറയാ, ദ വൺ അതില് ഞാനിത് വായിക്കുമായിരുന്നു. ഇതില് പുറത്തുനിന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ടീമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇതില്. അതായത് റെക്കോർഡഡ് അറ്റ് ഫ്യൂച്ചർ 10 സ്റ്റുഡിയോസ് ചെന്നൈ, റെക്കോർഡഡ് ബൈ സന്തോഷ് നാരായൺ, റെക്കോർഡഡ് അറ്റ് ബ്രിഡ്ജ് സ്റ്റുഡിയോ ബ്രൂക്ലിൻ ന്യൂയോർക്ക്. അങ്ങനെ വൺ ടീം തന്നെ ഉണ്ട്. അതിന്റെ വിഷ്വൽസിൽ ക്ലിയർ ആണ്. അതിന്റെ വിഷ്വൽസിലൊന്നും നമ്മളുടെ ഒരു രീതിയിലുള്ള വിഷ്വൽസ് അല്ല അത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ വിഷ്വൽ കാണുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് എനിക്കൊരു ഈ വലിയൊരു പിരമിഡിന്റെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള പോർഷൻസിൽ നിന്ന് പാടുന്ന അങ്ങനത്തെ ഒരു ഫീല് തരുന്ന ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി. കാരണം അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ സെറ്റപ്പാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് റിട്രോയിലെ രണ്ട് നമ്മള് 2 സോങ് ചെയ്തു. ഈ 2 സോങ്ങും രണ്ടും രണ്ടാണ്. അതായത് ആ രണ്ട് രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ, ഇതിപ്പോ കേട്ട ആദ്യം നമ്മള് വേറൊരു ലവ് സോങ് കൂടെ ഉണ്ട്. ശരിയാ. പിന്നെ ആ മറ്റേ സൂര്യയുടെ ആ സീന അവളോട് എന്തോ കല്യാണത്തിന്റെ ഒരു കാര്യം പറഞ്ഞ ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ ഇടയിൽ വന്നത്. എന്തായാലും ഈ ഒരു സിനിമ വേറൊരു ഫീൽ ആവട്ടെ അല്ലെ, വേറൊരു ഹിറ്റ് ആവട്ടെ. കാരണം ഇപ്പം ഓൾറെഡി ഒന്ന് ഫ്ലോപ്പ് ആയി പോയി. സോ അടിപൊളി കമ്പാക്ക് തന്നെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. മെയ് 1 പടം ഇറങ്ങണം. അപ്പൊ ഇനിയും ഒരുപാട് സാധനം വരാനുണ്ട്. പക്ഷെ ദിസ് വൺ ഈസ് എ മാസ്റ്റർ ക്ലാസ്, പൊളിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഒരു കോസ്റ്റ്യൂമിലല്ല കാണുന്നത്, കുറച്ച് ഡിഫറെന്റ് ആണ്. സോ കോസ്റ്റ്യൂം മാത്രമല്ല, ഇത് ഒരു 2 ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട് നോക്കണം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു വലിയ ടീം തന്നെയാണ് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫുള്ള് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അതായത് നമ്മളുടെ നാട്ടിലുള്ള സെറ്റപ്പ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്.
പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് അതിന്റെ ആ ഇൻസ്ട്രുമെന്റേഷനിലൊക്കെ അറിയാൻ പറ്റും. അത് നമ്മൾ ഡീപ്പായിട്ടിരുന്ന് നിങ്ങൾ ഒന്ന് കേൾക്കുന്ന സമയത്ത്, അതായത് സോങ് മാത്രം ശ്രദ്ധിക്കല്ല, നിങ്ങൾ ആ അതിൽ വരുന്ന മ്യൂസിക്, അതിന്റെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ അതൊക്കെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇഴകീറി നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. സോ അല്ലേ? യെസ് അതെ. അപ്പോൾ എനിവേ നമുക്ക് എന്തായാലും നമുക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കമൻസും കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അല്ലേ? യെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം.